ഷെയർ മാർക്കറ്റിൽ ബ്രേക്ക് ഔട്ടുകളും ഫേക്ക് ഔട്ടുകളും എങ്ങനെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. സാധാരണ ട്രേഡുകളെ ലാഭകരമായിട്ടുള്ള ട്രേഡുകളാക്കി മാറ്റാനുള്ള 7 പോയിന്റ് ചെക്ക് ലിസ്റ്റിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. എല്ലാ ട്രേഡർമാർക്കും ഉണ്ടാവുന്ന ഒരു അനുഭവം തന്നെയാണ്. ഒരു സ്റ്റോക്ക് അതിന്റെ പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ലെവലിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ഹൃദയമിടിപ്പ് കൂടും. പ്രൈസ് അതിനെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകുന്നത് കാണുമ്പോൾ നമ്മൾ ആ ഒരു ട്രേഡിലേക്ക് എൻ്റർ ചെയ്യും. ആ ഒരു നിമിഷം നമ്മൾ വളരെ വലിയൊരു ജീനിയസ് ആണ് എന്ന് നമുക്ക് തോന്നും. പക്ഷെ പെട്ടെന്ന് തന്നെ സീനാകെ മാറും. പ്രൈസ് അതിന്റെ റേഞ്ചിലേക്ക് തന്നെ തിരിച്ചു വരും. നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിക്കും. അവസാനം എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ നമ്മൾ ആ ലോസ് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും. നിങ്ങൾ ഈ ഒരു ഫേക്ക് ഔട്ടിൽ പെട്ടുപോയി മാർക്കറ്റിലെ ഏറ്റവും ഫ്രസ്ട്രേറ്റിംഗും നഷ്ടമുണ്ടാക്കുന്നതുമായിട്ടുള്ള ഒരു ട്രാപ്പാണ്. റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു, നിങ്ങൾ ബൈ ചെയ്തു, 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു. എന്താണ് ഇവിടെ തെറ്റായിട്ട് സംഭവിച്ചത്? സ്ട്രാറ്റജി മോശമാണോ? ടൈമിംഗ് തെറ്റാണോ? അല്ല, നിങ്ങൾ ഫേക്ക് ഔട്ട് ട്രാപ്പിൽ പെട്ടുപോയി എന്നുള്ളതാണ് അതിന്റെ കാരണം. 10 വർഷത്തിൽ കൂടുതൽ ട്രേഡിംഗ് ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റും, നല്ലൊരു ബ്രേക്ക് ഔട്ടും നമ്മളെ തകർത്ത് കളയുന്ന ഒരു ഫേക്ക് ഔട്ടും തമ്മിലുള്ള വ്യത്യാസം വളരെ ചെറുതാണ്. പക്ഷെ ആ ഒരു വ്യത്യാസം നമുക്ക് കാണാൻ പറ്റിയാൽ വളരെ ഇൻട്രസ്റ്റിംഗ്. ഒരു ട്രേഡ് എടുക്കുന്നതിന് മുൻപ് തന്നെ ഇത് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ വളരെ വലിയ ഒരു ഇൻഫർമേഷൻ തന്നെയാണത്. വർഷങ്ങളുടെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ ഒരു സിസ്റ്റം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആവശ്യമില്ലാത്ത എല്ലാ ഇൻഫർമേഷൻ ഫിൽട്ടർ ചെയ്ത് നല്ല ഹൈ പ്രോബബിലിറ്റി മൊമെന്റ്സ് മാത്രം കണ്ടുപിടിക്കാനുള്ള ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഈ വീഡിയോയിൽ യഥാർത്ഥ ബ്രേക്ക് ഔട്ട് കണ്ടുപിടിക്കാനും നഷ്ടമുണ്ടാക്കുന്ന ഈ ട്രാപ്പുകൾ ഒഴിവാക്കാനും എല്ലാ ട്രേഡിലും ഉപയോഗിക്കാൻ കഴിയുന്ന 7 പോയിന്റ് ചെക്ക് ലിസ്റ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോവുകയാണ്. ഇത് വെറും തിയറി അല്ല, ക്യാപിറ്റലിനെ പ്രൊട്ടക്ട് ചെയ്യാനും മാർക്കറ്റിന്റെ യഥാർത്ഥ മൊമെന്റം എവിടെയാണ് എന്ന് കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു പ്രാക്ടിക്കൽ റൂൾ ബേസ്ഡ് ഫ്രെയിംവർക്ക് ആണ് ഇത്. അപ്പൊ ഇതുപോലെയുള്ള കൂടുതൽ പ്രൊഫഷണൽ ട്രേഡിംഗ് സ്ട്രാറ്റജികൾക്കായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. നമുക്ക് നേരെ വിഷയത്തിലേക്ക് കിടക്കാം. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് ധനം സ്മാർട്ട് സേവിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. ആദ്യം തന്നെ എന്താണ് ഈ ബ്രേക്ക് ഔട്ടും ഫേക്ക് ഔട്ടും നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. ഒരു ബ്രേക്ക് ഔട്ട് എന്നാൽ ഒരു പ്രൈസ് പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു യഥാർത്ഥ ഡിസിസീവ് മൂവ് ആണ്. ഇതൊരു പുതിയ ട്രെൻഡിന്റെ തുടക്കമായിരിക്കാം. അതേസമയം ഫേക്ക് ഔട്ട് എന്ന് പറയുന്നത് ഇതിന്റെ നേരെ തിരിച്ചാണ്. ഒരു എവിൽ ട്വിൻ എന്നൊക്കെ പറയാം. ആ ഒരു ലെവലിന് മുകളിലേക്ക് ഒരു ചെറിയ ജമ്പ് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു താഴേക്ക് വരും. ആദ്യത്തെ ആ ഒരു ആവേശത്തിൽ ചാടി വീണ എല്ലാ ട്രേഡർമാരും ട്രാപ്പിലാവും. ഈ ഒരു ഫേക്ക് ഔട്ടുകൾ വെറുതെ സംഭവിക്കുന്നതല്ല, വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലേയേഴ്സ് പലപ്പോഴും ഇത് മനഃപൂർവ്വം ഉണ്ടാക്കുന്നതാണ്. അതെന്തിനാണെന്ന് വെച്ചാൽ ട്രേഡർമാരുടെ സ്റ്റോപ്പ് ലോസ് ഓർഡറുകൾ ഹിറ്റ് ചെയ്യിക്കുക, ആ ഒരു അവസരത്തിൽ കുറഞ്ഞ വിലയ്ക്ക് സ്റ്റോക്കുകൾ വാങ്ങിക്കൂട്ടാൻ വേണ്ടിയാണ് അത്തരത്തിലുള്ള ഫേക്ക് ഔട്ടുകൾ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ചാൻസ് മിസ്സാവുമോ എന്ന പേടി, അതായത് നിങ്ങളുടെ ഫോമോ, അതാണ് അവരുടെ ഇന്ധനം. ഈ ഒരു ചെക്ക് ലിസ്റ്റ് ആണ് നിങ്ങളുടെ ഡിഫൻസ്. ഇത് നിങ്ങളെ കൊണ്ട് ക്ഷമയോടെയും അനലിറ്റിക്കലായിട്ടും ചിന്തിപ്പിക്കുകയും ചുരുക്കി പറഞ്ഞാൽ ഇരയാകുന്നതിൽ നിന്ന് നിങ്ങളെ ഒരു വേട്ടക്കാരനാക്കി മാറ്റുകയും ചെയ്യും. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ചെക്ക് ലിസ്റ്റിന്റെ ഒന്നാമത്തെ പോയിന്റിലേക്ക് കിടക്കാം. കാൻഡിൽ റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യണം. ആദ്യത്തെ റൂൾ ഏറ്റവും വളരെ സിമ്പിൾ ആണ്. മിക്ക തുടക്കക്കാരായിട്ടുള്ള ട്രേഡർമാരും ഇവിടെ തന്നെ തെറ്റുവരുത്താറുണ്ട്. ഒരു ഇൻട്രാഡേ മൂവ്മെന്റിൽ പ്രൈസ് വെറുതെ റെസിസ്റ്റൻസിന് മുകളിൽ പോയത് കൊണ്ട് മാത്രം കാര്യമാവില്ല. ഒരു ലെവലിന് മുകളിലേക്ക് ഒരു ബിക്ക് മാത്രം വരുന്നത് പലപ്പോഴും ഒരു ട്രാപ്പിന്റെ ലക്ഷണമാണ്, അല്ലാതെ യഥാർത്ഥ ബ്രേക്ക് ഔട്ടിന്റെ ഒരു ലക്ഷണമല്ല. ഒരു 1 അവർ അല്ലെങ്കിൽ 4 അവർ ഒരു ഡെയിലി ക്യാൻഡിൽ ആകട്ടെ, അത് കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്യാൻ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ആ റെസിസ്റ്റൻസിന് മുകളിൽ ഒരു കൺഫേംഡ് ക്ലോസ് കിട്ടുന്നത് ഒരു കൺട്രോൾ സെല്ലർമാരിൽ നിന്ന് ബയേഴ്സിലേക്ക് മാറാൻ തുടങ്ങുന്നു എന്നതിന്റെ ആദ്യത്തെ ഉറപ്പുള്ള തെളിവാണ്. റെസിസ്റ്റൻസിന് മുകളിൽ വിക്ക് വന്നാൽ ബ്രേക്ക്ഔട്ട് ആകില്ല. ക്ലോസ് വേണം, കൺഫേംഡ് ആയിട്ടുള്ള ക്ലോസ് വേണം. വിക്ക് ഈസ് ഇമോഷൻ, ക്ലോസ് ഈസ് കൺവിക്ഷൻ. ഡെയിലി ക്ലോസ് വീക്ക് ആണെങ്കിൽ നമുക്കതൊരു റെഡ് ഫ്ലാഗ് ആയിട്ട് കണക്കാക്കാം. അതുപോലെ തന്നെ ബോഡി സ്ട്രോങ് ആണെങ്കിൽ ബയേഴ്സ് ആണ് കൺട്രോളിൽ എന്ന് നമുക്ക് ഉറപ്പിക്കുകയും ചെയ്യാം. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ചെക്ക് ലിസ്റ്റ് ഇവിടെ കഴിഞ്ഞു. കാൻഡിൽ സ്റ്റിക്ക് റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യണം. ഈ രണ്ടാമത്തെ പോയിന്റിലേക്ക് കിടക്കാം. ചെക്ക് ലിസ്റ്റ് പോയിന്റ് 2, വോളിയം ഈ മൂവിനെ കൺഫേം ചെയ്യണം. കാൻഡിൽ ക്ലോസ് ഒരു ചോദ്യമാണെങ്കിൽ വോളിയമാണ് അതിന്റെ ഉത്തരം. വോളിയം ഇല്ലാത്ത ഒരു ബ്രേക്ക്ഔട്ട് വെറും ഒരു റൂമർ പോലെയാണ്. വലിയ വോളിയം സ്പൈക്കോടെയുള്ള ബ്രേക്ക്ഔട്ട് എന്ന് പറഞ്ഞാൽ വലിയ പ്ലേയേഴ്സ് അഥവാ ബിഗ് മണി ഇതിൽ ഇടപെടുന്നുണ്ട് എന്ന് മാർക്കറ്റ് തന്നെ തരുന്ന ഒരു കൺഫർമേഷൻ ആണ്. ഒരുപക്ഷെ നിങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺഫർമേഷൻ സിഗ്നൽ തന്നെ ഇതായിരിക്കും. കുറഞ്ഞ വോളിയം കാണിക്കുന്നത് യഥാർത്ഥ ഇൻട്രസ്റ്റ് ഇല്ല എന്നുള്ളത് തന്നെയാണ്. ഇത് ചിലപ്പോൾ കുറച്ച് സ്പെക്കുലേറ്റർമാരോ അല്ലെങ്കിൽ ഒരു അൽഗോരിതം ടെസ്റ്റ് ചെയ്യുന്നതോ ഒക്കെ ആയിരിക്കാം. ഇങ്ങനെയുള്ള മൂവ്മെന്റ്സ് ആണ് ഫെയിൽ ആവുകയും നിങ്ങളെ ട്രാപ്പിലാക്കുകയും ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു ഹൈ വോളിയം? ഞാൻ നോക്കുന്നത് കുറഞ്ഞത് 30 ദിവസത്തെ ആവറേജ് വോളിയത്തിന്റെ ഇരട്ടിയെങ്കിലും വരുന്ന ഒരു വോളിയം ബാറാണ് ഹൈ വോളിയം ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ആവറേജിന്റെ 2, 3, 4 ഇരട്ടി വോളിയം കൂടുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേയേഴ്സ് വലിയ രീതിയിൽ എൻ്റർ ചെയ്യുന്നു എന്നതിന്റെ അവിശ്വസനീയമായിട്ടുള്ള ഒരു സിഗ്നൽ ആണ്. ഇതൊരു ലോങ് ട്രെൻഡിന് തുടക്കമിടും. ഉദാഹരണത്തിന് സ്റ്റോക്ക് ഒരു ബ്രേക്ക്ഔട്ടിന് ശ്രമിക്കുന്നു, തീർച്ചയായിട്ടും അതിന് നല്ലൊരു വോളിയം ഉണ്ടാവും. ചിലപ്പോൾ അത് ആവറേജിന്റെ ഇരട്ടിയോളമാകും. പക്ഷേ കാൻഡിൽ ക്ലോസ് പോലെയുള്ള നമ്മുടെ ചെക്ക് ലിസ്റ്റിലെ മറ്റ് പോയിന്റുകളിൽ അത് ഫെയിൽ ആയാൽ ഈ ഒരു സിഗ്നലുകളുടെ കോമ്പിനേഷൻ വെച്ച് നമുക്ക് മനസ്സിലാക്കാം അതൊരു ട്രാപ്പ് ആകാൻ സാധ്യതയുണ്ട്. അതേസമയം
ആവറേജിന്റെ 3 ഇരട്ടിയിൽ കൂടുതലുള്ള വോളിയത്തോടെ ഒരു സക്സസ്ഫുൾ ബ്രേക്ക്ഔട്ട് നടക്കുന്നത് തീർച്ചയായിട്ടും ഒരു യഥാർത്ഥ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേയേഴ്സിന്റെ ഒരു കൺഫർമേഷൻ ആയിട്ട് നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ചെക്ക് ലിസ്റ്റ് പോയിന്റിലേക്ക് കിടക്കാം. ഒരു സ്ട്രോങ് കൺഫർമേഷൻ ക്യാൻഡിൽ വേണം. അപ്പോൾ നിങ്ങൾക്ക് ഒരു റെസിസ്റ്റൻസിന് മുകളിൽ ക്ലിയർ ക്ലോസ് കിട്ടി, വോളിയത്തിലും നല്ലൊരു സ്പൈക്ക് ഉണ്ട്, ഇനി വാങ്ങാമോ? അതായിരിക്കും നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. നമ്മുടെ ചെക്ക് ലിസ്റ്റിലെ മൂന്നാമത്തെ പോയിന്റ് നമ്മൾ ഫോളോ ത്രൂവിനെ കുറിച്ചാണ്. ബ്രേക്ക്ഔട്ട് ക്യാൻഡിലിന് ശേഷം വരുന്ന അടുത്ത ക്യാൻഡിലും ഒരു സ്ട്രോങ് ഗ്രീൻ ക്യാൻഡിൽ ആയിരിക്കണം. ഇതാണ് നിങ്ങളുടെ കൺഫർമേഷൻ ക്യാൻഡിൽ. ആദ്യത്തെ ബൈയിങ് പ്രഷർ വെറും ഒരു ഒറ്റത്തവണ സംഭവമല്ലായിരുന്നെന്നും ഇത് തീർച്ചയായിട്ടും തെളിയിക്കും. ബയേഴ്സ് ഇപ്പോഴും കൺട്രോളിലാണെന്നും പുതിയ പ്രൈസ് ലെവൽ ഡിഫെൻസ് ചെയ്യാൻ അവർ റെഡിയാണ് എന്നും കാണിക്കുന്നു. പഴയ റെസിസ്റ്റൻസ് ലെവൽ പുതിയൊരു സപ്പോർട്ട് ലെവലായിട്ട് മാറുന്നത് കാണുന്നതാണ് ഏറ്റവും നല്ലൊരു സിനാരിയോ. പ്രൈസ് ചിലപ്പോൾ ബ്രേക്ക്ഔട്ട് ലെവൽ റീടെസ്റ്റ് ചെയ്യാൻ ചെറുതായിട്ടും താഴ്ത്തു വരും. അവിടെ തട്ടി തിരിച്ചു മുകളിലേക്ക് കയറുകയാണെങ്കിൽ അതൊരു വാലിഡ് ബ്രേക്ക്ഔട്ടിന്റെ പവർഫുൾ സൈൻ ആണ്. നേരെ മറിച്ച് അടുത്ത ക്യാൻഡിൽ തന്നെ പെട്ടെന്ന് തിരിച്ച് താഴേക്ക് പോയാൽ അതൊരു ക്ലാസിക് ഫേക്ക് ഔട്ട് ആണ് എന്ന് നമുക്ക് കൺഫേം ചെയ്യാം. അപ്പൊ തീർച്ചയായിട്ടും അവിടെ നിന്ന് മാറി നിൽക്കുക. യഥാർത്ഥ മൊമെന്റം ബിൽഡ് ചെയ്ത് വരികയാണെങ്കിൽ അത് പെട്ടെന്ന് അപ്രത്യക്ഷമാവില്ല. ബ്രേക്ക്ഔട്ട് ക്യാൻഡിൽ കണ്ടിട്ട് എൻ്റർ ചെയ്യുന്നവർ ആ സ്റ്റോറി മാത്രമാണ് കാണുന്നത്. നെക്സ്റ്റ് ക്യാൻഡിലാണ് ട്രൂത്ത് പറയുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു കൺഫർമേഷൻ കൂടി വെയിറ്റ് ചെയ്യുക. നമ്മുടെ നാലാമത്തെ ചെക്ക് ലിസ്റ്റ് പോയിന്റ് വലിയ ന്യൂസോ ഹൈപ്പോ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. കേൾക്കുമ്പോൾ നിങ്ങൾ കുറച്ച് വിചിത്രമായിട്ട് തോന്നിയേക്കാം. പക്ഷേ ഏർണിംഗ്സ് റിപ്പോർട്ട് പോലെയുള്ള ഷെഡ്യൂൾഡ് ന്യൂസ് ഇവന്റുമായിട്ട് വരുന്ന ബ്രേക്ക്ഔട്ടുകൾ ഞാൻ മനഃപൂർവ്വം ഒഴിവാക്കാറുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഇത്തരം ഇവന്റ്സ് വലിയ വോളറ്റാലിറ്റിക്കും ഇമോഷണൽ ആയിട്ടുള്ള റാഷണൽ അല്ലാത്ത പ്രൈസ് മൂവ്മെന്റിനും കാരണമായേക്കും. അത് വന്ന വേഗത്തിൽ തന്നെ പലപ്പോഴും പഴയ ലെവലിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യും. ഒരു നല്ല കമ്പനി നല്ലൊരു ഏർണിംഗ്സ് റിപ്പോർട്ട് പുറത്തു വിടുന്നു, സ്റ്റോക്ക് 10% മുകളിലേക്ക് പോകുന്നു, എല്ലാവരും ഫോമോ കാരണം അതിലേക്ക് ചാടി വീഴാൻ സാധ്യതയുണ്ട്. പക്ഷേ ആദ്യത്തെ മൂവ് മിക്കവാറും ഒരു ഓവർ റിയാക്ഷൻ ആയിരിക്കും. ആ ഒരു ഹൈപ്പ് കഴിയുമ്പോഴേക്കും ആദ്യം എൻട്രി ചെയ്തവർ പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. പ്രൈസ് പെട്ടെന്ന് തന്നെ താഴേക്ക് തിരിച്ചു വരാനും സാധ്യതയുണ്ട്. ന്യൂസിനെ ബേസ് ചെയ്ത് വരുന്ന ഒരു സ്പൈക്കിൽ ട്രേഡ് ചെയ്യുന്നത് ട്രേഡിംഗ് അല്ല, അത് റിയൽ ഗാംബ്ലിംഗ് ആണ് എന്നാണ് പറയാനുള്ളത്. റിയൽ ബ്രേക്ക്ഔട്ട്സ് സാധാരണയായിട്ട് കാം ആയിട്ടുള്ള കണ്ടീഷൻസിലായിരിക്കും ഉണ്ടായിരിക്കുക. ഇനി അടുത്ത അഞ്ചാമത്തെ ചെക്ക് ലിസ്റ്റ് പോയിന്റ് ക്യാൻഡിലിന്റെ സ്ട്രോങ് സ്ട്രക്ചർ. എല്ലാ ബ്രേക്ക്ഔട്ട് ക്യാൻഡിലുകളും ഒരുപോലെ ആയിരിക്കില്ല. ക്യാൻഡിലിന്റെ സ്ട്രക്ചർ മാർക്കറ്റിന്റെ കൺവിക്ഷനെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും. നമ്മൾ നോക്കേണ്ടത് ഒരു വലിയ ഫുൾ ബോഡിയുള്ള ക്യാൻഡിലാണ്. ഇതിനെ ചിലപ്പോൾ മർബോസു എന്ന് വിളിക്കാറുണ്ട്. അതിന്റെ ഹൈ പ്രൈസിനോട് ചേർന്നായിരിക്കും ക്ലോസ് ചെയ്യുന്നുണ്ടാവുക. ഇതിനർത്ഥം ഓപ്പൺ മുതൽ ക്ലോസ് വരെ ബയേഴ്സ് നല്ല കൺട്രോളിലായിരുന്നു, നല്ലൊരു ബൈയിങ് പ്രഷർ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. മുകളിൽ വലിയൊരു വിക്കുള്ള ഒരു ബ്രേക്ക്ഔട്ട് ക്യാൻഡിൽ വരികയാണെങ്കിൽ അത്തരം കളികളിൽ നിന്ന് മാറി നിൽക്കണം. മുകളിലെ വലിയ വിക്കിന്റെ അർത്ഥം ആ സെഷനിൽ പ്രൈസ് നല്ലവണ്ണം മുകളിൽ പോയിരുന്നു, പക്ഷേ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് സെല്ലർമാർ അതിനെ താഴേക്ക് വലിച്ചിടുകയും ചെയ്തു എന്നുള്ളതാണ്. അതുപോലെ ഡോജി പോലെയുള്ള ഇൻഡിസിസീവ് ക്യാൻഡിലുകൾ മാർക്കറ്റിലെ ഒരു കൺഫ്യൂഷൻ ആണ് കാണിക്കുന്നത്. ഒരു ഹൈ കോൺഫിഡൻസ് ട്രേഡിംഗിന് സംശയം തോന്നിപ്പിക്കുന്ന ഒന്നിന് പകരം സ്ട്രെങ്ത് ഉറക്കെ പറയുന്ന ക്യാൻഡിലുകളാണ് നമുക്ക് വേണ്ടത്. തീർച്ചയായിട്ടും അത്തരം ക്യാൻഡിലുകളെ മാത്രമാണ് നമ്മൾ വിശ്വസിക്കുക. അത്തരം ക്യാൻഡിലുകൾ നോക്കി മാത്രമാണ് നമ്മൾ ട്രേഡ് ചെയ്യുക. ഇനി ആറാമത്തെ ചെക്ക് ലിസ്റ്റ് പോയിന്റ് പല ടൈം ഫ്രെയിമുകളിലും കൺഫർമേഷൻ എടുക്കുക. 5 മിനിറ്റ് ചാർട്ടിൽ മാത്രം കാണുന്ന ഒരു ബ്രേക്ക്ഔട്ട് സാധാരണയായിട്ട് മാർക്കറ്റിലെ ഒരു നോയ്സ് മാത്രമാണ്. പക്ഷേ ഡെയിലി, വീക്ക്ലി, അതുപോലെ മന്ത്ലി ചാർട്ടുകളിലും കാണുന്ന ബ്രേക്ക്ഔട്ട് വരികയാണെങ്കിൽ അത് മാർക്കറ്റിലെ ഒരു വലിയ ഷിഫ്റ്റ് ആണ് കാണിക്കുന്നത്. നിങ്ങൾ ചെറിയ നോയ്സിൽ നിന്ന് വലിയൊരു മൂവ്മെന്റ് തിരിച്ചറിയുന്നത് ഇവിടെയാണ്. ഒരു ട്രേഡ് എടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതിന് മുമ്പ് നമ്മളൊന്ന് സൂം ഔട്ട് ചെയ്ത് നോക്കണം. ഡെയിലി ചാർട്ടിൽ ഒരു ബ്രേക്ക്ഔട്ടിനുള്ള സാധ്യതകൾ കണ്ടാൽ ഉടനെ വീക്ക്ലി ചാർട്ട് എടുത്ത് നോക്കണം. വീക്ക്ലി ചാർട്ടും ഇതേ സ്റ്റോറിയാണ് പറയുന്നതെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ലെവൽ ബ്രേക്ക് ചെയ്യുകയാണോ അതോ ക്ലിയർ ട്രെൻഡ് കാണിക്കുന്നുണ്ടോ? ഒരു ഡെയിലി ചാർട്ടിലെ ബ്രേക്ക്ഔട്ട് നേരെ പോയി ഇരിക്കുന്നത് വീക്ക്ലി ചാർട്ടിലെ ഒരു വലിയ റെസിസ്റ്റൻസ് ലെവലിലാണെങ്കിൽ അത് കുറഞ്ഞ പ്രോഫിറ്റബിലിറ്റി ഉള്ള ഒരു ട്രേഡ് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും വിന്നിംഗ് ചാൻസ് കൂടുതലുള്ള അത്തരം ട്രേഡുകൾ മാത്രമേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. സൂം ഇൻ ചെയ്യുന്നതിന് മുമ്പ് എപ്പോഴും സൂം ഔട്ട് ചെയ്യുക, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഏഴാമത്തെ ചെക്ക് ലിസ്റ്റ് പോയിന്റ് ഒരു ചാർട്ട് പാറ്റേണിന്റെ കോണ്ടെക്സ്റ്റ് നോക്കുക എന്നുള്ളതാണ്. ഒരു കാരണവുമില്ലാതെ ഒറ്റയടിക്ക് നടക്കുന്ന ഒരു സാധാരണ ബ്രേക്ക്ഔട്ട് ഇൻട്രസ്റ്റിംഗ് ആണ്. പക്ഷേ ക്ലാസിക് ചാർട്ട് പാറ്റേണിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു ബ്രേക്ക്ഔട്ട് ഒരു എ ക്ലാസ് സെറ്റപ്പ് ആണ്. കപ്പ് ആൻഡ് ഹാൻഡിൽ, ഡബിൾ ബോട്ടം അല്ലെങ്കിൽ അസെൻഡിംഗ് ട്രയാങ്കിൾ പോലെയുള്ള ചാർട്ട് പാറ്റേണുകൾ ബേസിക്കലി ഒരു കൺസോൾട്ടേഷന്റെ ചിത്രീകരണമാണ്. അവിടെ വലിയ മൂവ്മെന്റിന് മുമ്പായിട്ട് ബൈയിങ് പ്രഷർ പതിയെ ബിൽഡപ്പ് ആവുന്നത് കാണാൻ കഴിയും. ഈ പാറ്റേണുകൾ ബ്രേക്ക്ഔട്ടിന് നല്ലൊരു കോണ്ടെക്സ്റ്റും ഒരു വാലിഡിറ്റിയും നൽകുന്നു. അപ്പൊ ഇതെല്ലാം ഒരുമിച്ച് നോക്കുമ്പോൾ നമുക്കൊരു റിസ്ക് മാനേജ്മെന്റ് കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. ഈ 7 പോയിന്റ് ചെക്ക് ലിസ്റ്റ് റെസിസ്റ്റൻസ് മുകളിൽ ക്ലോസ് ചെയ്ത് അത് ഹൈ വോളിയം കൺഫേം ചെയ്ത് ഒരു സ്ട്രോങ് ഫോളോ ത്രൂ ക്യാൻഡിൽ വരികയും ഒരു വലിയ ന്യൂസ് ഹൈപ്പ് ഉണ്ടാവാതെ ഒരു ഫുൾ ബോഡിയുള്ള ക്യാൻഡിൽ സ്ട്രക്ചർ ഹയർ ടൈം ഫ്രെയിമുകളിൽ കൺഫർമേഷൻ കിട്ടി ചാർട്ട് പാറ്റേണിന്റെ കോണ്ടെക്സ്റ്റിലൂടെ ബ്രേക്ക്ഔട്ട് ചെയ്ത് പുറത്തേക്ക് വരുമ്പോൾ നമുക്കൊരു നല്ല എൻട്രി ലഭിക്കുകയാണ്. ഇനി ഒരു കാര്യം ഓർക്കുക, ഒരു സിസ്റ്റവും 100% ഫുൾ പ്രൂഫ് അല്ല. അതുകൊണ്ടാണ് റിസ്ക് മാനേജ്മെന്റ് ഏറ്റവും പ്രധാനമാണ് എന്ന് ഞാൻ എപ്പോഴും പറയുന്നത്. മിനിമം 2
1:1 റിസ്ക് റിവാർഡ് റേഷ്യോ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഒരു ട്രേഡർ എന്ന നിലയിൽ നിങ്ങളുടെ മെയിൻ ജോലി നിങ്ങളുടെ ക്യാപിറ്റൽ വളർത്തുക എന്നാണ്. സ്മാർട്ട് ആയിട്ട് ഗ്രോ ചെയ്യുക എന്ന് പറഞ്ഞാൽ അടുത്ത വലിയ ട്രേഡ് കണ്ടുപിടിക്കുന്നത് മാത്രമല്ല, അത് സ്മാർട്ട് ആയിട്ടുള്ള പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫിക്കേഷനെ കുറിച്ച് കൂടിയാണ്. നിങ്ങൾ ബ്രേക്ക്ഔട്ടുകൾക്കായിട്ട് നോക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ക്യാപിറ്റലിന്റെ ഒരു ഭാഗം സ്റ്റേബിളും പ്രെഡിക്റ്റബിളുമായിട്ട് വർക്ക് ചെയ്യണം. അതിനായിട്ട് പലപ്പോഴും ഫിക്സഡ് ഡെപ്പോസിറ്റുകളോ അല്ലെന്നുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകളോ ഒക്കെ പരിഗണിക്കേണ്ടതുമാണ്. അപ്പോൾ ഇനി നമുക്കൊരു കൺക്ലൂഷനിലേക്ക് കിടക്കാം. നല്ലൊരു ട്രേഡ് കൺഫേം ചെയ്യുന്ന ചെക്ക് ലിസ്റ്റുകളെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തത്. ഒന്നാമതായിട്ട് ക്യാൻഡിൽ ക്ലോസ് ചെയ്യാൻ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് ഹൈ വോളിയം ഉണ്ടോ എന്ന് കൺഫേം ചെയ്യുക. മൂന്നാമതായിട്ട് അടുത്ത ക്യാൻഡിലിൽ കൺഫർമേഷൻ എത്തുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുക. നാലാമതായിട്ട് ന്യൂസ് ഉണ്ടാക്കുന്ന ഹൈപ്പ് വഴി ഉണ്ടാവുന്ന ബ്രേക്ക്ഔട്ടുകൾ ഒഴിവാക്കുക. അഞ്ചാമത് ക്യാൻഡിൽ സ്റ്റിക്കിന്റെ സ്ട്രക്ചർ ശ്രദ്ധിക്കുക. ആറാമത് പല ടൈം ഫ്രെയിമുകളും കൺഫേം ചെയ്യുക. ഏഴാമത്തേതും അവസാനത്തേതുമായിട്ടുള്ള ഒരു കൺഫർമേഷൻ ഒരു ചാർട്ട് പാറ്റേണിന്റെ കോണ്ടെക്സ്റ്റിൽ ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഫേക്ക് ഔട്ട് പെയിൻ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ അതേസമയം മിസ്റ്റേക്ക് റിപ്പീറ്റ് ചെയ്യേണ്ടതില്ല. ചെക്ക് ലിസ്റ്റ് ഡിസിപ്ലിൻ എൻഫോഴ്സ് ചെയ്യും. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു ഡിസിപ്ലിൻ ട്രേഡിംഗിലൂടെ നമുക്ക് ഇത്തരം ഫേക്ക് ഔട്ടുകളിൽ നിന്ന് കൃത്യമായിട്ട് പുറത്തു കിടക്കാൻ കഴിയും. ഈ ചെക്ക് ലിസ്റ്റ് ഒരു മാജിക് ഫോർമുലയല്ല, പക്ഷേ ഇതൊരു പ്രൊഫഷണലിന്റെ പ്രോസസ്സാണ്. നിങ്ങളെ ഡിസിപ്ലിനും പേഷ്യന്റുമാകാൻ നിർബന്ധിക്കുന്ന ഒരു ചെക്ക് ലിസ്റ്റ് ആണ്. അതായത് ഈ ബിസിനസ്സിൽ സർവൈവ് ചെയ്യാനുള്ള യഥാർത്ഥ സീക്രട്ട്. ഒരു ഹോംവർക്ക് ആയിട്ട് നിങ്ങൾക്ക് അൾട്രാടെക് സിമന്റ്, SRF എന്നിവയുടെ പഴയ ചാർട്ടുകൾ നോക്കി ഈ ചെക്ക് ലിസ്റ്റ് ഉപയോഗിച്ച് ബ്രേക്ക്ഔട്ടിന്റെയും ഫേക്ക് ഔട്ടിന്റെയും ഉദാഹരണങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ കണ്ടുപിടിച്ച കാര്യങ്ങൾ കമന്റുകളായിട്ട് അറിയിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ഹണ്ടർ ആകണോ വിക്ടം ആകണോ എന്ന് നിങ്ങളുടെ ഡിസിഷൻ ആണ്. ഇമോഷണൽ ഗസ്സിങ്ങിന് പകരം സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഉണ്ടാക്കുന്നതിലൂടെ നിങ്ങളുടെ കൺട്രോൾ തിരികെ പിടിക്കാനും ഒരു എക്സ്പെർട്ടിന്റെ കോൺഫിഡൻസോടെ ട്രേഡ് ചെയ്യാനും കഴിയും. അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.